ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ കുറുമ, ചപ്പാത്തിക്ക് പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമ ഒന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ നാളികേരം, 8 കാഷ്യൂ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ പൊട്ടുകടല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ഗ്ലാസ് വെള്ളം എല്ലാം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വയ്ക്കുക. പിന്നീട് അതിലേക്ക് 10 ബീൻസ്, 1 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ്, 1 സവാള ക്യൂബ്സ് രൂപത്തിൽ അരിഞ്ഞതും 1/4 കപ്പ് ഗ്രീൻ പീസും കൂടി ചേർത്ത് ഒരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം 1 വിസിൽ വന്ന ഉടനെ അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. പിന്നീട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് ഒന്ന് പൊട്ടി വന്നാലുടൻ ഒരു പകുതി സവാള, 2 പച്ചമുളക്, അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില അതുകൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ വേവിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം കൂടെ അതിലേക്കിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി അതിലേക്ക് ചേർക്കുക. നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ നാളികേരം അതിലേക്ക് ചേർത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറുകി വരും. ഒരു 3 മിനിറ്റ് കുറഞ്ഞ തീയിൽ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലവണ്ണം തിളച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് നന്നായി വിതറി കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കുറഞ്ഞ തീയിൽ ഒന്ന് തിളപ്പിച്ച് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. നല്ലൊരു കുറുമ റെഡി. ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിനും ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കുറുമ റെഡി.